എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ചെയ്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ട്രേഡിങ്ങിൻ്റെ ആ ഡീറ്റെയിൽസ് കാണിക്കാമോ എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ട്രേഡിങ്ങിൻ്റെ ഇടുന്നുണ്ട്. ഫ്രൈഡേയിലെ ഇട്ടു, ഇന്നലെ തിങ്കളാഴ്ചത്തെ ഇട്ടിട്ടുണ്ട്. ഇന്നുകൂടി ഇത് ഇടാൻ ശ്രമിക്കുകയാണ്. എന്നും എനിക്കിത് പോസിബിൾ അല്ല, കാരണം നമ്മൾ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ടൈം കിട്ടണം. അതുതന്നെ എല്ലാ ട്രേഡിങ്ങിൻ്റെ ഇടയിൽ മോർണിംഗ് ട്രേഡ്സ് എന്ന് പറഞ്ഞിടാനും അതിനൊക്കെ നമുക്ക് സമയം കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഏകദേശം കുറച്ച് വിശദമായിട്ട് ഞാൻ എടുത്ത ട്രേഡെല്ലാം ഓരോന്നായിട്ട് എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സെയിം തന്നെയായിരിക്കും ഡെയിലി ചെയ്യുന്നത്, സെയിം തിങ്കിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി ഓരോന്ന് മാറിയല്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. CPR വെച്ചിട്ടുള്ള ട്രേഡിംഗ് രീതിയാണ്. അപ്പോൾ ഇന്ന് അധികം ഹെവി ട്രേഡിങ്ങിലോട്ട് ഞാൻ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മോർണിംഗ് നല്ല ട്രേഡ് കിട്ടിയില്ല, 1-2 ട്രേഡ് കിട്ടി. പക്ഷേ അതിന് ശേഷം പിന്നീട് നമുക്കൊരു നല്ലൊരു എൻട്രി എടുക്കത്തക്ക രീതിയിലുള്ള ചാൻസുകളില്ലായിരുന്നു. പക്ഷേങ്കിൽ ചാൻസ് കിട്ടിയതിനകത്തൊക്കെ ചെറിയ ചാൻസുകൾ എടുത്ത് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നോർമൽ എൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു പ്രോഫിറ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 5-നും 10-നും അടുത്താണ്, ഇടയ്ക്കായിരിക്കും. ചിലപ്പോൾ അതിൽ കൂടി പോകാറുണ്ട്, ചില ദിവസങ്ങളിൽ കൂടുതൽ കിട്ടാറുണ്ട്. പക്ഷേങ്കിൽ കൂടുതൽ ദിവസം ഈ ഒരു റേഞ്ചിലോ അല്ല ചിലപ്പോൾ അതിന് തൊട്ട് താഴെയോ ചെറിയ ലോസിലോ ഒക്കെ ആയിരിക്കും. ഓക്കെ, ലോസൊക്കെ വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. പക്ഷേങ്കിൽ പ്രോഫിറ്റ് ഞാൻ ഈ പറഞ്ഞ റേഞ്ചിൽ സാധാരണ കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രൈഡേയിലാണെങ്കിൽ എൻ്റെ ഇതിനകത്ത് വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. ഇതിനകത്ത് ഈ വീഡിയോക്കകത്ത് ഫ്രൈഡേ ചെയ്ത ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ മോർണിംഗ് ട്രേഡ്, അതിനുശേഷം ഫുൾ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോക്കകത്ത് ഇൻട്രാഡേ ട്രേഡിംഗ് ഐഡിയാസ് ഞാൻ ഡെയിലി വൈകുന്നേരം കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇന്നത്തെ മോർണിംഗ് ട്രേഡിനകത്ത് കൊടുത്തിട്ടുള്ളതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ വീഡിയോക്കകത്ത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ചെയ്യുന്ന സെയിം രീതി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇനിയും വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ സ്ട്രാറ്റജീസ് ഒന്നുമില്ല. അപ്പം ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഷെയർസിനകത്ത് നമ്മൾ ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ ഗെറ്റ് ഓൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളി ഞാൻ നോർമലി തന്നെയാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത്. അത് നോർമൽ തന്നെ കാണുന്നുണ്ട്. MISലൊന്നും എടുത്തിട്ടില്ല. CNCയിൽ ഡെലിവറി അങ്ങനത്തെ ഒന്നും ഇന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ ടോട്ടൽ ചെറിയ ഇവിടെ നോക്കിയാൽ ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. പ്രോഫിറ്റ് വന്നിട്ട് 6500. ബ്രോക്കറേജ് വന്നിട്ട് ഇവിടെ 15 ലക്ഷം, 30 ലക്ഷത്തിൻ്റെ ടേൺ ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ 15 ലക്ഷം വരുന്നുണ്ട്. ഏകദേശം ഒരു 1500-നുള്ളിൽ ബ്രോക്കറേജ് നിൽക്കും. അപ്പോൾ ഞാൻ മോർണിംഗിൽ ട്രേഡ് ഇപ്പം മോർണിംഗ് ട്രേഡ്സ് കാണിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഒരെണ്ണം ലോസിലായിരുന്നു. ഏത് ഷെയർ എന്നാൽ അതെ, ഈ ഷെയർ ഞാൻ ലോസിലായിരുന്നു. എനിക്ക് തോന്നുന്നു 200 ഷെയറിൽ 650-750 രൂപ ലോസിലായിരുന്നു. അത് ഇത് കൃത്യമായിട്ട് ഓർക്കുന്നത്. പിന്നീട് ഞാനത് കവർ ചെയ്തെടുത്താണ്. അതുപോലെ ചില ഷെയറിനകത്ത് എനിക്ക് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. ഇപ്പം അഫിൽ എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് ഞാൻ അഫിലൊന്ന് കാണിച്ചു തരാം. ഈ അംബുജ സിമെൻ്റ് ഒറ്റ എൻട്രിയാണ്. അത് ജസ്റ്റ് ഒരു എൻട്രി എടുത്തതേ ഉള്ളൂ. അനന്തരാജിനകത്തും കറക്റ്റ് ലെവലാണ് അനന്തരാജ് എന്ന് പറയുന്ന ഷെയർ. അനന്തരാജ് ഇത് കണ്ടില്ലേ, 725 ലെവലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ടെസ്റ്റ് അടിക്കുന്ന പോലെ 25 ഷെയർ 26.80 എടുത്തു. ഒറ്റ എൻട്രി ഉള്ളൂ, 25 ഷെയറേ ഉള്ളൂ. 22 വിറ്റു, 115 രൂപ. ബാല മീൻസ് ഞാൻ 2098 ആണ് അതിൻ്റെ ഒരു റേഞ്ച്. ഞാൻ ബാല മീൻസ് അല്ല, ഈ R3 എന്ന് പറഞ്ഞാൽ 2101 ആണ്.
ആ റേഞ്ചിൽ പോയിട്ടിറങ്ങിയ സമയത്താണ് ഞാൻ 2091 ഒരു 10 ഷെയർ കൊടുത്ത്. അത് ഒറ്റ എൻട്രി ഉള്ളൂ. അത് ഇതിനകത്ത് ഒറ്റ എൻട്രി നമ്മൾ നോക്കണ്ട. പക്ഷേങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച ഷെയറിനകത്തൊക്കെ ഞാൻ എങ്ങനെ ട്രേഡ് എടുത്തത് നിങ്ങൾ നോക്കി പഠിച്ച് മനസ്സിലാക്കണം. ഇതും വന്നിട്ട് 2 എൻട്രിയാണ്. BLSൻ്റെയും വന്നിട്ട് അതിൻ്റെ ഒരു ലെവലിൽ നിൽക്കുന്ന കണ്ടുകൊണ്ട് എടുത്തതല്ലോ. CPRൻ്റെ ഒരു ലെവൽ വെച്ചല്ല കൂടുതൽ ചെയ്തത്. ഗ്ലാൻ ഫാർമയ്ക്കകത്ത് ട്രേഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം. ഗ്രാനുൾസും ഒറ്റ എൻട്രി, ചെറിയൊരു എൻട്രി. ഐനോക്സ് ഗ്രീനും ഒറ്റ എൻട്രിയാണ്. PDMJ പേപ്പറും ഒറ്റ എൻട്രിയാണ്. അപ്പോൾ അതിനെല്ലാം ഈ PDMJയുടെ ഇതുണ്ടല്ലേ 196ആണ്. അതിന് 199 മുകളിൽ പോയപ്പോൾ താഴോട്ട് വന്നപ്പോൾ എൻട്രി എടുത്തതാണ്. പക്ഷേ പെട്ടെന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് താഴെ എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല പ്രോഫിറ്റ് 83 ആ റേഞ്ചിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 93.80ക്ക് സെല്ല് ചെയ്ത് 92.30ക്ക് അത് ബൈ ചെയ്യുമായിരുന്നു. അതുപോലെ ക്വസ്റ്റ് കോർപ്പറേഷൻ, അതും ഗ്രൂപ്പിൽ ആരോ ഒരു പ്രാവശ്യം ചോദിക്കുന്നത് കേട്ടപ്പോൾ അതിൻ്റെ ലെവൽ നോക്കിയിട്ട് അതിനകത്ത് ഒരു ഒറ്റ ട്രേഡ്. രാംകോസിസിനകത്തും ഒറ്റ ട്രേഡാണ്. ഇവിടെ കാണാം നമുക്ക് രാംകോസിസ് F11 അല്ല രാംകോസിസ്. രാംകോസിസിനകത്ത് 300 ഷെയർ ഒറ്റ എൻട്രി എടുത്തത് 94 ഇട്ടു. 90ക്ക് ഞാൻ കട്ട് ചെയ്തു. 9.25 എടുത്തിട്ട് 9.43 വരെ വെയിറ്റ് ചെയ്തു. 2 പ്രാവശ്യം 90 പ്രാവശ്യം വന്നിട്ട് ഞാൻ 94 എൻട്രി ചെയ്തു. അതിനുശേഷം 90 വന്നിട്ട് വീണ്ടും തിരിച്ച് 95, 96 വരെ വന്നു. പക്ഷേ ഞാൻ അവിടെ എനിക്കറിയാം അത് താഴെ പോകുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. വീണ്ടും 90 വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തു. പക്ഷേങ്കിൽ അതിനുശേഷം അത് 85 താഴെ പോയി. നമുക്ക് പക്ഷേ അത് നോക്കേണ്ടി വരില്ല. നമുക്കൊരു റീസണബിൾ പ്രോഫിറ്റ് തന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഗ്ലാൻ ഫാർമയ്ക്കകത്ത് ഞാൻ കാണിച്ചു തരാം. ഗ്ലാൻ ഫാർമയിൽ ഇവിടെ നോക്കിയാൽ മതി. ആദ്യത്തെ ഇതിൻ്റെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ 1820.19. അപ്പോൾ ഇത് പെട്ടെന്നൊരു ഹൈ മൂവ്മെൻറ്റ് വന്ന് ഈ റേഞ്ചിലോട്ട് വന്നപ്പോൾ ഞാനൊരു 20 ഷെയർ സ്റ്റോപ്പിലോ ഒരു ടെസ്റ്റ് അടിക്കുന്ന പോലെ ഇട്ട് കൊടുത്തു. പക്ഷെങ്കിൽ ഇതിൻ്റെ ലെവൽ 1820. ഞാനത് കാണിച്ചു തരാം. ഗ്ലാൻ്റെ കണ്ടില്ലേ 1820 R1, 1817 പ്രീവിയസ് ഡേ ഹൈ. അത് എന്ത് ചെയ്യുന്നറിയാമോ, 1820 ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കി. അന്നേരം ഒരു 1835 ഹൈ അടിച്ചിട്ടാണ് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. ഞാൻ ആ 35ൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടു. അതെൻ്റെ സ്റ്റോപ്പ് ലോസ് പോയി. പക്ഷേങ്കിൽ ക്വാണ്ടിറ്റി നോക്കി CPR ലെവലല്ല. അതുകൊണ്ട് ക്വാണ്ടിറ്റി ഞാൻ കുറച്ചേ ചെയ്ത്. കിട്ടുവാണെങ്കിൽ ഓക്കെ, ഒരു അതിൻ്റെ ആവറേജ് ഒത്തിരി താഴെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് എൻട്രി സ്റ്റോപ്പ് ലോസ് അടിച്ചു. 200 രൂപ ലോസായി. അതിനുശേഷം 45 അടിച്ച് 39.90 താഴോട്ട് വന്നപ്പോൾ അത് ഇവിടെയും ലെവലല്ല. 35.90 വന്നപ്പോൾ എനിക്ക് പോവുകയാണെങ്കിൽ 250 രൂപയെ പോകത്തുള്ളൂ. 50 ഷെയർ 45 മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. പക്ഷേങ്കിൽ അവിടെ 5 രൂപയുടെ റിസ്കേ ഉള്ളതുകൊണ്ട് ഞാൻ 50 ഷെയർ അടിച്ചു. അതൊരു കണ്ടില്ല, ഒരു 4 രൂപ 80 പൈസ പ്രോഫിറ്റിൽ കവർ ചെയ്ത് ഈ ലോസ് അങ്ങ് കവർ ചെയ്തു. അതിനുശേഷം ഈ ഷെയർ നേരെ താഴോട്ടങ്ങ് പോയി. ഇത് കണ്ടില്ലേ, പിന്നെ ഒരു എൻട്രി എടുത്തത്. പിന്നെ അത് നമ്മൾ നോക്കിയേ, ഗ്ലാൻ ഫാർമ 1820.83. ഇതിന് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി അടിച്ചു. 100 ഷെയർ കൊടുത്തു. നോക്കിയേ 14.48 കൊടുത്തു. 3 മിനിറ്റ് കൊണ്ട് അത് കവർ ചെയ്തു. ഏകദേശം 10 രൂപ. 75 ഷെയർ 10.60 21 ഷെയർ 807.95 റേഞ്ചിലോട്ട് കവർ ചെയ്തു. ഏകദേശം 1000 രൂപ പ്രോഫിറ്റ് അതിനകത്ത് കിട്ടി. അപ്പം ഗ്ലാൻഡിനകത്ത് നോക്കിയറിയാം, ഞാനെടുത്ത രീതി മനസ്സിലാകുന്നത്. ഗ്ലാൻഡിനകത്ത് നോക്കി 1060.95 പ്രോഫിറ്റ് 170 ഷെയർ. പക്ഷേ ഫസ്റ്റ് എൻട്രിയിൽ എൻ്റെ ലോസാണ്. അതിനുശേഷം VTL ഞാൻ കാണിച്ചു തരാം. VTL നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത ചാൻസ് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കുക, അത്രയേ ഉള്ളൂ അതിനകത്തൊക്കെ ചെയ്യാനുള്ളത്. പക്ഷേ ആൾക്കാർ ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് പോയാൽ പിന്നീട് അതിനകത്ത് ഇത് ചെയ്യും. ഞാൻ ഫസ്റ്റ് എൻട്രി നോക്കി 200 ഷെയർ സെല്ലിങ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ 5 ഷെയർ 6 ഷെയർ 2 ഷെയർ 3 ഷെയർ 1 ഷെയർ നോക്കി ആ 200 ഇത്രയും ഒരു പേജുണ്ട് ട്രേഡ്. പക്ഷേ മൊത്തം 200 ഷെയറേ ഉള്ളൂ. 200 ഷെയർ ഞാൻ എടുത്തു. അന്നേരത്തെ ഹൈയുടെ മുകളിൽ 1 രൂപ മുകളിലായിട്ട് ഞാൻ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടു. ഇവിടെ നോക്കി ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. ആ 200 ഷെയർ ഇവിടെ അടിച്ചു പോയി.
അടിച്ചതിന് ശേഷം ഈ ഷെയർ പോയി പുതിയ ഹൈ അടിച്ചു. വി ടി എൽ ആ സമയത്ത് 517 തോന്നുന്നു. അതിന് ശേഷം പോയി പുതിയ ഹൈ അടിച്ചു. പുതിയ ഹൈ അടിച്ചിട്ട് ഈ ലെവൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കണം. 17 റേഞ്ചിൽ എൻട്രി എടുക്കണം. പക്ഷേ എനിക്ക് അവിടെ കിട്ടിയില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. വേറെ കാര്യങ്ങൾ നോക്കി വെക്കൊണ്ടിരുന്നുണ്ട്, വേറെ ഷെയർ നോക്കിക്കൊണ്ടിരുന്നുണ്ട്. ഞാൻ പക്ഷേ പിന്നെ നോക്കുമ്പോൾ അത് രണ്ടാമത് മുകളിൽ കയറിപ്പോയി സെല്ലായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, എനിക്ക് അന്നേരം ഒരു കോൺഫിഡൻസ് ഉണ്ട്, രണ്ടാമത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ പക്ഷേ 13:50 എൻട്രി എടുത്തു. 10:23 എടുത്തു. ഏകദേശം 27 മിനിറ്റ് കഴിഞ്ഞാണ് അത് കട്ടാകുന്നത്. 510. അതിനകത്ത് പിന്നെ മൂവ്മെൻറ്റ് കുറഞ്ഞ ഷെയറിനകത്ത്. മൂവ്മെൻറ്റ് കുറഞ്ഞെങ്കിലും പിന്നെ അതിനകത്ത് പേടിക്കാനില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് ചെറിയ ട്രേഡ്. ഇതിപ്പോൾ ഞാനിവിടെ കവർ ചെയ്തു, ഈ ലോസ് കവർ ചെയ്തു, ഇവിടെ പ്രോഫിറ്റ് എടുത്തു. 500 ഷെയറാണ് എടുത്തത്. ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് പോയത് 200. പിന്നെ ലെവൽ വന്നിറങ്ങിയോണ്ട് നമുക്കൊരു കൺഫേം ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും 500 ഷെയർ സെല് ചെയ്തിട്ട് അത് ഒരു നോക്കിയാൽ 3 രൂപ താഴെ കവർ ചെയ്തു. അതിനുശേഷം അത് പിന്നെ മുകളിൽ ഹൈ അടിക്കത്തില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചിട്ട് ലെവൽ താഴോട്ട് ഇറങ്ങിയ ഷെയറാണ്. ഞാനന്നേരം പിന്നെ എന്നാലും എനിക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നില്ല, ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് എടുക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 50 ഷെയർ ഞാൻ കൊടുത്തു. അത് 25, 22 അങ്ങനെ 3 ലോട്ടായിട്ടാണ് പോയത്. അതിനുശേഷം വീണ്ടും കയറി 514.70 കൊടുത്തു. 517.90 മുകളിൽ പോയെങ്കിൽ മാത്രം നമുക്ക് പേടിച്ചാൽ മതി. ഹൈ അടിക്കും, ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വിട്ട് കളയും, അത്രയേ ഉള്ളൂ. പക്ഷേ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 50 ഷെയർ ആദ്യം കൊടുത്തു. അതിനുശേഷം 14.70 വന്നപ്പോൾ ഞാൻ വീണ്ടും 50 കൊടുത്തു. ആ 14.70 കൊടുത്ത സാധനം ഞാൻ 13:10 കവർ ചെയ്തു. അത് വീണ്ടും തിരിച്ച് 13:10 കവർ ചെയ്തതിന് ശേഷം അടുത്ത ഈ 50 12:10 കവർ ചെയ്തു. അതിനുശേഷം 15.60 വീണ്ടും 50 കൊടുത്തു. 14.05 ചെറിയ ക്വാണ്ടിറ്റി, മൂവ്മെൻ്റ് ഇല്ല ഷെയറിനകത്ത്. ഇവിടെ നോക്കിയാൽ അറിയാം, സമയം നോക്കിയാൽ അറിയാം, ഓരോന്ന് അടിച്ചിട്ട് ഒത്തിരി ടൈം ഇരിക്കുന്നുണ്ട്. 512.90 അടിച്ചത് 11:08 അടിച്ചത്. നോക്കി 1 മണിക്കൂർ കഴിഞ്ഞാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേങ്കിൽ ആ 1 മണിക്കൂർ മൂവ്മെൻ്റ് ഇല്ല. ഇത് 14.70 11:21 എടുത്തത് 12:26 കട്ട് ചെയ്യുന്നത്. ഇത് 12:43 എടുത്ത സാധനം 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് മൂവ്മെൻറ്റേ ഇല്ല ഷെയറിനകത്ത്. മുകളിലോട്ടും പോകത്തില്ല, താഴോട്ടും പോകത്തില്ല. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് എടുത്തത്. അപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള